റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയാനില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാലങ്ങളായി യുദ്ധം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾക്ക് സംഘർഷം ഒഴിവാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരും. ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണണമെന്നും ട്രംപ് ഇന്നലെയാണ് ഹംഗറിയിൽ നടക്കാനിരുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച റദ്ദാക്കിയത്. യുക്രൈന്റെ കൈവശമുള്ള ഡൊണസ്ക് മേഖല പൂർണ്ണമായും വിട്ടുകൊടുക്കാതെ യുദ്ധം അവസാനിക്കില്ലെന്ന നിലപാട് പുടിൻ ട്രംപിനെ അറിയിച്ചിരുന്നു. No, I don't want to have a wasted meeting. I don't want to have a waste of time, so I'll see what happens. But we did all of these great deals, great peace deals. They're all peace deals, agreements, solid agreements, every one of them. But this one, and I said, go to the line of battle, the battlefield lines, and you pull back and you go home, and everybody take some time off, because you got two countries that are killing each other. Two countries are losing 5,000 to 7,000 soldiers a week. So we'll see what happens. We haven't made a determination. ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഈ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു അനാവശ്യമായ സമയം പാഴാക്കലായിട്ടാണ് ഇപ്പോൾ ട്രംപ് കാണുന്നത്. എന്താണ് ഇത്തരത്തിലൊരു തീരുമാനം മാറ്റാനുള്ള കാരണം? ജാക്കി, തീർച്ചയായും കർശനമായ നടപടികളാണ് പുടിന്റെ ഭാഗത്ത് നിന്ന് യുക്രൈനെതിരെ ഉണ്ടാവുക എന്നൊരു നിലപാടാണ് ഇന്നലെ അറിയിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസം ടെലിഫോൺ സംഭാഷണത്തിൽ അറിയിച്ചത്. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തു. ഈ ഡൊണസ്ക് മേഖല പൂർണ്ണമായും വിട്ടുകൊടുക്കുകയും അവിടെ ആ മേഖലയിലെ സൈന്യം മുഴുവൻ കീഴടങ്ങുകയും ചെയ്യണമെന്നൊരാവശ്യമാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ യുക്രൈൻ ഇക്കാര്യത്തിൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നില്ല എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ അത് അംഗീകരിക്കാനുള്ള നീക്കം യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത് കർശനമായ നിലപാട് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ചർച്ചകൾ ഹംഗറിയിൽ നടത്തുന്നതിൽ അർത്ഥമില്ല എന്നാണ് അറിയിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ